SK9 വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാർത്തിക മുക്കാലും രോഹിണി മകയിരം ആദ്യ പകുതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലമാണ്. ജന്മരാശിയിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് രാഹുവും സഞ്ചരിക്കുന്ന കാലമാകുന്നതിനാൽ സ്ഥലം മാറ്റം, ചെലവ് അധികരിക്കുന്ന അവസ്ഥ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. മനസമാധാനക്കുറവിനിടയുണ്ട്. പുരസ്കാരങ്ങൾ ലഭിക്കും. വിവാഹബന്ധങ്ങളുണ്ടാകും. ധനലാഭം പ്രതീക്ഷിക്കാം. മാനസിക ശാരീരിക പീഡാനുഭവങ്ങൾ ഉണ്ടാകാം. സമൂഹത്തിലും തൊഴിൽ രംഗത്തും അംഗീകാരം ലഭിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. പിണങ്ങിപ്പോയ മിത്രങ്ങൾ തിരിച്ചു വരും. ഓരോ മാസത്തിലെയും കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ചിങ്ങമാസത്തിൽ, അതായത് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെ ആരോഗ്യം തൃപ്തികരമാവില്ല. വീട് മോടി പിടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായം ഉണ്ടാകും. പ്രയോജനപ്രദമായ യാത്രകൾ ചെയ്യാൻ സാധിക്കും. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെയുള്ള കന്നിമാസത്തിൽ സാമ്പത്തികം വന്നു ചേരും. ആരോഗ്യമുണ്ടാകും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയിക്കും. സംരംഭങ്ങളിലും വിജയിക്കും. കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. ഒക്ടോബർ 17 മുതൽ നവംബർ 15 വരെയുള്ള തുലാമാസത്തിൽ യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട്. ചിലവ് അധികമാകാതെ ശ്രദ്ധിക്കണം. കാര്യപ്രാപ്തിയും സുഹൃത്ത് സഹായവും ഉണ്ടാകും. ഭൂമി ലാഭം പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടത്തിന് പാർട്ട്ണറെ അല്ലെങ്കിൽ സഹായിയെ ലഭിക്കും. നവംബർ 16 മുതൽ ഡിസംബർ 15 വരെയുള്ള വൃശ്ചിക മാസത്തിൽ മാനസിക വിഷമതകൾ വന്നു ചേർന്നേക്കാം. ദഹനക്കേട് ഉണ്ടാകാതിരിക്കാൻ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വാക്കുതർക്കം ഉണ്ടാകാനിടയുള്ളതിനാൽ തർക്ക വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കുന്നതാണ് നല്ലത്. അപകടം, ശരീരാഘാതം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ തടസ്സം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള ധനുമാസത്തിൽ അപകടങ്ങളും അസുഖങ്ങളും അലട്ടാനിടയുണ്ട്. ധനലാഭവും കാര്യവിജയവും ഉണ്ടാകും. സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള മകരമാസത്തിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. കുടുംബജീവിതം സന്തോഷപ്രദമാകും. ഉന്നതരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം വരും. ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള കുംഭമാസത്തിൽ സാമ്പത്തിക ഭദ്രത, കച്ചവടത്തിൽ പുരോഗതി, തൊഴിൽ രംഗം വിപുലീകരിക്കൽ, വരുമാന വർധനവ് എന്നിവയുണ്ടാകും. ബഹുമാനം ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കാര്യപ്രാപ്തി പ്രകടിപ്പിക്കും. മാനസിക വ്യതയ്ക്ക് സാധ്യതയുണ്ട്. മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള മീനമാസത്തിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത സഞ്ചാരം, മാനസിക ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വാക്ക് തർക്കം, അപമാനം എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ സൗമ്യമായി പെരുമാറാൻ ശ്രദ്ധിക്കുക. രോഗം വരാതെ ശ്രദ്ധിക്കണം. വസ്ത്രാഭരണങ്ങൾ വാങ്ങാൻ കൂടുതൽ ചെലവ് വരാൻ സാധ്യതയുണ്ട്. ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള മേടമാസത്തിൽ ആലസ്യം, രോഗം, ഉന്മേഷക്കുറവ്, ഉയർച്ചയ്ക്ക് തടസ്സങ്ങൾ, ഭൂമി നഷ്ടം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ട സമയമാണിത്. ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. മെയ് 15 മുതൽ ജൂൺ 14 വരെ ഇടവമാസത്തിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടും. ആത്മനിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള മിഥുനമാസത്തിൽ ചെലവ് വർദ്ധിക്കും. കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ശത്രുഭയം അലട്ടും. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള കർക്കിടക മാസത്തിൽ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ജീവിതം സന്തോഷപ്രദമായിരിക്കും. കൃഷിക്കാർക്ക് നേട്ടമുണ്ടാവും. ആദരിക്കപ്പെടും. ഇതാണ് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള അടുത്ത ഒരു വർഷത്തെ സൂര്യ ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊതുവെയുള്ള ഫലങ്ങൾ. നന്ദി, നമസ്കാരം.